എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈദ് സ്പെഷ്യലായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബ്രൗണീൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. ഈദിന് എല്ലാവരും മധുരം ഉണ്ടാക്കുമല്ലോ, അപ്പോൾ ഈ ഒരു ഈദിന് നല്ലൊരു ബ്രൗണി ഉണ്ടാക്കിയാലോ. 1 kg വെയിറ്റ് വരുന്ന ബ്രൗണീൻ്റെ റെസിപ്പിയാണ്. പിന്നെ ഈ ഒരു രീതിയിൽ ബ്രൗണി ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും ഫ്ലോപ്പ് ആവാതെ നല്ല ബ്രൗണി ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഒരിക്കൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മൾ ഉണ്ടാക്കി കഴിച്ചു പോകുന്ന ഒന്നാണ് ഈ ഒരു ബ്രൗണി. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് നല്ലൊരു ബ്രൗണി റെഡിയാക്കി എടുക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ഒരു ബ്രൗണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ബൗളിലേക്ക് 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 100 ഗ്രാമും ഡാർക്ക് ചോക്ലേറ്റ് തന്നെയാണ് എടുത്തിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ 50 ഗ്രാം മിൽക്ക് ചോക്ലേറ്റും 50 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുത്തിട്ടും ഇത് ഉണ്ടാക്കാം. ഞാൻ എപ്പോഴും ബ്രൗണി ഉണ്ടാക്കുമ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് മാത്രം എടുത്തിട്ടാണ് ചെയ്യൽ. അതാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ട് വരാം. ഒന്നുകിൽ ഓവനിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കുക, അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഒട്ടും തരികളോ ഒന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ചോക്ലേറ്റും ബട്ടറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ് പൊടിച്ച പഞ്ചസാര നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. പഞ്ചസാരയും അതുപോലെ ഒട്ടും തരിയില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. അതുകൊണ്ടാണ് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. പഞ്ചസാര കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള 2 വലിയ കോഴിമുട്ടയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. ചെറിയ മുട്ടയാണെങ്കിൽ ഒരു 3 എണ്ണം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ആ ഒരു മുട്ടയും കൂടി ഇതിൽ നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ ആ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. വലിയ മുട്ടയാണെങ്കിൽ 2, ചെറുതാണെങ്കിൽ 3 എണ്ണം എടുക്കുക കേട്ടോ. മുട്ടയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര എടുത്ത അതേ കപ്പിന് തന്നെയാണ് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിന് 1/4 കപ്പ്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്തിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഞാൻ എടുത്തത് ലൈറ്റ് കൊക്കോ പൗഡറാണ്. ഡാർക്ക് കൊക്കോ പൗഡർ ആണെങ്കിൽ 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. ലൈറ്റ് കൊക്കോ പൗഡർ ആണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഒട്ടും തരികളില്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരു രീതിയിലാണ് ബാറ്റർ ഉണ്ടാവുക. നമുക്കിത് നമ്മൾ ഏതിലാണോ ബേക്ക് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 8 ഇഞ്ചിൻ്റെ സ്ക്വയർ ഷേപ്പിലുള്ള കേക്ക് ടിന്നിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുത്തത്. ഒഴിക്കുന്ന സമയത്ത് ക്യാമറ ഓണാക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങൾ ഒഴിക്കുന്നത് കാണാഞ്ഞത്. അപ്പോൾ ഒന്നുമില്ല, കേക്ക് ടിന്നിൽ ബട്ടർ സ്പ്രെഡാക്കിയതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക അടിയിലും സൈഡിലൊക്കെ. അതിനുശേഷം ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചിട്ട് മുകളിൽ ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് തന്നെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഹാസിൽനട്ട് റോസ്റ്റഡ് ഹാസിൽനട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സിൻ്റെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏത് വേണമെങ്കിലും ഒന്ന് ക്രഷാക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇത് ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റാക്കിയ ഓവനിൽ 180 ഡിഗ്രിയിൽ തന്നെ ഒരു 20-25 മിനിറ്റാണ് ഇത് ബേക്കാവാനായിട്ട് ടൈം എടുക്കുക. ഒരുപാട് ടൈം വെക്കണ്ട, ഒരു 20-25 മിനിറ്റ് ആകുമ്പോൾ എടുക്കുക. അപ്പോൾ ഇതാ ഒരു 20 മിനിറ്റിന് ശേഷം ഞാൻ ബ്രൗണി പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. കറക്റ്റ് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ടൈം വെച്ച് കഴിഞ്ഞാൽ ഓവർ ബേക്കായി പോകും. അന്നേരം പിന്നെ ബ്രൗണി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ചൂട് പോയതിന് ശേഷം മാത്രം കേക്ക് ടിന്നിൽ നിന്നും ഇത് പുറത്തേക്ക് എടുക്കുക. ചൂട്
ചൂടോടെ എടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന പോലെ ഉണ്ടാവും. അതുകൊണ്ട് നന്നായിട്ട് ചൂട് പോയതിന് ശേഷം മാത്രം പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. അപ്പം ഞാനിതാ ഇതുപോലെയാണ് കട്ട് ചെയ്യുന്നത്. എല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേഷനൊക്കെ ചെയ്യാം. ഞാൻ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഞാനിതാ കുറച്ച് ന്യൂട്ടല്ല ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ന്യൂട്ടല്ലയൊക്കെ ഇട്ടിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇതൊന്നും നിർബന്ധമില്ല കേട്ടോ. ന്യൂട്ടല്ല ഇതിൽ ആക്കണമെന്ന് നിർബന്ധമില്ല. അതുപോലെ ചോക്ലേറ്റ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കണമെന്നില്ല, നട്ട്സ് ഇട്ട് കൊടുക്കണമെന്നില്ല. അല്ലാതെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ബ്രൗണിയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കാം. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് സെയിൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയിട്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ ന്യൂട്ടലെല്ലാം ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. കയ്യിൽ ഉള്ള ചോക്ലേറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയെങ്കിലും വെച്ച് കൊടുക്കുക. ചോക്ലേറ്റ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലും കുറച്ച് ന്യൂട്ടല്ല ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഈദിന് ഈ ഒരു ബ്രൗണി ഉണ്ടാക്കി നോക്കുക. ഈദിന് മാത്രമല്ല അല്ലാതെപ്പോഴും നമുക്ക് മധുരം കഴിക്കാനെല്ലാം തോന്നുന്ന സമയത്ത് ഉണ്ടാക്കി കഴിക്കാനും കൂടെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഈ ഒരു ബ്രൗണീൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.